എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ലോകത്തെ പ്രമേഹ തലസ്ഥാനമെന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിൽ പ്രമേഹം ഒരു പ്രധാന പൊതുജനാരോഗ്യ വെല്ലുവിളിയായി ഉയർന്നിരിക്കുകയാണ്. പാദങ്ങളും കാലുകളും മുറിച്ചു കളയപ്പെടേണ്ടി വരുന്നവരുടെ പ്രായം കഴിഞ്ഞ 7 വർഷത്തിനിടെ രാജ്യത്ത് ഗണ്യമായി കുറഞ്ഞു വരുന്നു എന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ പ്രമേഹം ആരംഭിക്കുന്ന പ്രായം ഒരു ദശകം മുൻപെയാണ്. ഇത് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെരിഫറൽ ന്യൂറോപ്പതി, പെരിഫറൽ വാസ്കുലാർ അസുഖങ്ങൾ ഉണ്ടാകാൻ 10 മുതൽ 15 വർഷത്തെ അനിയന്ത്രിത പ്രമേഹം ആവശ്യമാണ്. ഒരാൾക്ക് 50 വയസ്സിൽ പ്രമേഹം പിടിപെട്ടാൽ അയാൾക്ക് കാലിനും മറ്റും കാര്യമായ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ ഏതാണ്ട് 65 വയസ്സെങ്കിലും ആകണം. അതേസമയം ഡയബറ്റീസ് 30 മുതൽ 35 വയസ്സിലുണ്ടായാൽ 40-50 വയസ്സാകുമ്പോൾ കുഴപ്പങ്ങൾ ആരംഭിക്കും, കാരണമാവുകയും ചെയ്യുന്നു. പ്രമേഹ രോഗികൾ നഗ്നപാതരായി വെള്ളക്കെട്ടിലൂടെയുള്ള നടത്തം ഒഴിവാക്കുന്നതിനായി ബോധവൽക്കരണങ്ങൾ ആവശ്യമാണ്. വെള്ളക്കെട്ടിലൂടെ നടന്നതിനെ തുടർന്ന് കാലിൽ അണുബാധയോ വീക്കമോ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ അടിയന്തരമായി വൈദ്യസഹായം നേടണം. പ്രമേഹ രോഗികൾ ഡോക്ടർ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ കൽപ്പിക്കുന്ന ഭക്ഷണക്രമം കൃത്യമായി പാലിക്കുക തന്നെ വേണം. സ്ഥിരമായ വ്യായാമവും ആവശ്യമാണ്. ധ്യാനം, യോഗ തുടങ്ങിയ വിദ്യകളിലൂടെ സമ്മർദ്ദം കുറയ്ക്കുക, രക്തത്തിലെ ശരാശരി പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക എന്നതായിരിക്കണം മുദ്രാവാക്യം. 3 മാസം കൂടുമ്പോൾ രക്തത്തിലെ പഞ്ചസാര പരിശോധിക്കുന്നതിനുള്ള ടെസ്റ്റിനെ HbA1c എന്ന് വിളിക്കുന്നു. HbA1c സ്ഥിരമായി 7% കുറവാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾക്ക് പ്രമേഹം പിടിപെടാനുള്ള സാധ്യതയും കുറവാണ്. 3 മുതൽ 6 മാസത്തിലൊരിക്കലെങ്കിലും HbA1c പരിശോധന നടത്തുക. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് കുറയ്ക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത്തരം സ്ഥിരമായ പരിശോധനകൾ വളരെ ആവശ്യമാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ കാലുകളിൽ കുത്തുന്നത് പോലെയോ ചൊറിച്ചിലോ തോന്നാം. അമിതമായ ഈ സംവേദനക്ഷമതയെ ഹൈപ്പർസ്തേഷ്യ എന്ന് വിളിക്കുന്നു. എന്നിരുന്നാലും കാലക്രമേണ ഞരമ്പുകൾ ദുർബലമാവുകയും അസ്വസ്ഥതകളുടെ അളവ് കുറയുകയും ചെയ്യും. പാദങ്ങളുടെ സംവേദനക്ഷമത പൂർണ്ണമായും നശിക്കുന്നതാണിത്. പ്രാഥമിക ഘട്ടത്തിലെ അസ്വസ്ഥതയെ മരവിപ്പാക്കി മാറ്റുന്നതായും തോന്നാം. പിന്നീടുള്ള ഘട്ടം അപകടം പിടിച്ചതാണ്. അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും. അങ്ങനെ പ്രമേഹം മൂലം കാലിലെ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നു. നടക്കുമ്പോൾ പേശികളിലെ ബലക്കുറവ്, പാദരക്ഷകൾ ഊരിപ്പോവുക, കാലിലെ രോമം കുറയുക, വിയർക്കൽ കുറഞ്ഞ് കാല് വരളുക തുടങ്ങിയവയെല്ലാം മുൻകൂട്ടിയുള്ള ലക്ഷണങ്ങളാണ്. ഞരമ്പുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന്റെ ലക്ഷണമാണ് വിയർക്കൽ. പതിവിലും കുറവാണ് വിയർപ്പെങ്കിൽ ഞരമ്പിലെ കുഴപ്പത്തിന്റെ സൂചനയാണിത്. പാദം വേദന കൊണ്ട് അധിക ദൂരം നടക്കാനാകാത്തതും പെരിഫറൽ വാസ്കുലാർ രോഗത്തിന്റെ ലക്ഷണമാണ്. ഇത്തരം സാഹചര്യത്തിൽ പാദത്തിലേക്കുള്ള രക്തത്തിന്റെ സഞ്ചാരം കുറയുന്നു. ആവശ്യത്തിന് രക്തം ലഭിക്കാത്തത് കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ വിതരണത്തിന്റെ അളവ് കുറയ്ക്കുകയും പേശി വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യും. പ്രമേഹം കൊണ്ടുണ്ടാകുന്ന പാദത്തിലെ അൾസറിനും അണുബാധയ്ക്കുമുള്ള അടിസ്ഥാന ചികിത്സ ആന്റിബയോട്ടിക്കുകൾ, സർജറി തുടങ്ങിയവയൊക്കെയാണ്. ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും പോലുള്ള ആധുനിക രീതികളും കാലിലേക്കുള്ള രക്തയോട്ടം ശരിയാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. വാക്വം തെറാപ്പി, ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി, സ്കിൻ ഗ്രാഫ്റ്റിംഗ്, വിവിധ ഡ്രസ്സിംഗ് മാർഗങ്ങൾ തുടങ്ങിയവയും കാലിലെ വ്രണങ്ങളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. ആന്റിബയോട്ടിക് ബീഡ് തെറാപ്പിയിൽ ആന്റിബയോട്ടിക് ബീഡുകൾ മുറിവിൽ വയ്ക്കുന്നു. ഇത് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കിന്റെ അളവ് കുറയ്ക്കും. അതുവഴി ചികിത്സാ ചെലവും കുറയും. പ്രമേഹ രോഗികൾക്കും അതുപോലെ തന്നെ ഇതിന്റെ ചികിത്സാ രീതികൾ അറിയാതെ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനമായിട്ടുണ്ടാകാം. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ.